മുനമ്പം ഭൂമി തർക്കത്തിൽ UDF-ൽ ഭിന്നത. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന VD സതീശന്റെ നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വം തള്ളി. പ്രതിപക്ഷ നേതാവല്ല, ആരു പറഞ്ഞാലും അത്തരം വാദം ശരിയല്ലെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായമില്ലെന്നും മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ലെന്നും ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും വ്യക്തമാക്കി. തർക്കത്തിനില്ലെന്നും വിഷയം പറഞ്ഞ് വഷളാക്കരുതെന്നും VD സതീശൻ പ്രതികരിച്ചു. ഞങ്ങൾ ഇതിനകത്ത് ശ്രമിച്ചത് ഇതൊരു മതപരമായ പ്രശ്നമാക്കി സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കി കേരളത്തിലൊരു ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. അതാണ് നമ്മുടെ നിലപാട്. നമുക്ക് പ്രത്യേകിച്ച് വാശിയൊന്നും ഇക്കാര്യത്തിലില്ല. ഇത് എല്ലാറ്റിനും രേഖയുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല, ആരായിരുന്നാലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് സർക്കാരാണ് തടയേണ്ടത്. സർക്കാർ അതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം സംഘടനകളുടെ തങ്ങൾ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷം ഒക്കെ അല്ലാന്ന് അവരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് സമൂഹത്തിലൊരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അഷ്കർ അലിയും ആദിൽ പാലോടും ഒപ്പം അർജുൻ മട്ടന്നൂരും ചേരുന്നുണ്ട്. ആദ്യം അഷ്കർ അലിയിലേക്കാണ് പോകുന്നത്. അഷ്കർ, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നതിന് പിന്നാലെ ഒരു ഭിന്നത ഉടലെടുക്കുന്നു UDF-ൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ലീഗ് നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഒപ്പം എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. പക്ഷേ സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള അല്ലെങ്കിൽ മുസ്ലിം സംഘടനയുടെ യോഗത്തിലൊക്കെ എടുത്തൊരു ധാരണ എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണെങ്കിലും ആ രീതിയിലേക്ക് ആ ചർച്ച കൊണ്ടുപോകാതെ അവിടുത്തെ പാവപ്പെട്ടവർ കുടിയൊഴുക്കപ്പെടാത്ത പോകുന്ന രീതിയിലേക്ക് വിഷയം എത്തിക്കുക, മാത്രമല്ല അതൊരു സാമുദായിക ധ്രുവീകരണത്തിലുള്ള സാഹചര്യം ഒരുക്കരുത് എന്നുള്ളൊരു നിലപാടായിരുന്നു മുസ്ലിം ലീഗിനും മുസ്ലിം സംഘടനകൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ആ രീതിയിൽ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി ആണ് എന്നോ അല്ല എന്നോ ഒരു പരസ്യ പ്രസ്താവന നടത്താൻ നേതൃത്വം ആരും തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം VD സതീശൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. മുൻപത്തേത് വഖഫ് ഭൂമിയല്ല എന്നായിരുന്നു VD സതീശൻ്റെ പ്രസ്താവന. ഈ പ്രസ്താവന തള്ളിയാണ് കഴിഞ്ഞ ദിവസം ആദ്യം KM ഷാജി, മുസ്ലിം ലീഗ് നേതാവ് കൂടിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള KM ഷാജി രംഗത്തെത്തിയത്. മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള VD സതീശൻ്റെ പ്രസ്താവന അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മാത്രം അഭിപ്രായമാണ് എന്നാണ് ഷാജി പറഞ്ഞു വെച്ചത്. പിന്നീട് വഖഫ് ഭൂമിയാണ് എന്നും ആ വഖഫ് ഭൂമി അന്യാധീനപ്പെടാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ആ ഭൂമിയിലുള്ള ഉടമസ്ഥരായിട്ടുള്ള പാവപ്പെട്ട ആളുകളല്ല അതിന് ഉത്തരവാദികൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റാളുകളുണ്ട്, അവരെയാണ് സർക്കാർ കണ്ടെത്തേണ്ടതെന്നടക്കമുള്ള കാര്യമാണ് KM ഷാജിയും പറഞ്ഞിരുന്നത്. ഇതിന് തൊട്ട് പിന്നാലാണ് ഇപ്പോൾ KM ഷാജിയെ പിന്തുണച്ചുകൊണ്ട് ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള ലീഗ് നേതാക്കൾ രംഗത്തെത്തുന്നത്. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി ആണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ ലീഗിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇല്ല എങ്കിൽ പോലും ആ രീതിയിൽ അതിന് പ്രചാരണം നടത്തിയില്ലെങ്കിൽ VD സതീശനെ പരസ്യമായി തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ UDF-ൽ ഒരു ഭിന്നത സൃഷ്ടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്നാണ് ഇപ്പോൾ സാദിഖ് തങ്ങളടക്കമുള്ളവർ എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ VD സതീശനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സാദിഖ് തങ്ങളോ PK കുഞ്ഞാലിക്കുട്ടിയോ മറുപടി പറയാൻ തയ്യാറായില്ല. എന്നാൽ അതേസമയം തന്നെ മുസ്ലിം സംഘടനകൾ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഭൂമി വഖഫാണല്ല എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ പോലും അത് ഏത് വിധത്തിലാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന വിഷയത്തിൽ അതിൽ ലീഗിൽ വ്യത്യസ്ത ആശയങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യം വന്നത്. പ്രത്യേകിച്ച് VD സതീശൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം അത് തള്ളിപ്പറയണോ വേണ്ടോ എന്നുള്ള നിലപാടിലൊക്കെ തന്നെ ലീഗിൽ രണ്ട് അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആര്യ, അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.